കോഴിക്കോട് വിജിൽ കൊലപാതക കേസിൽ വെളിപ്പെടുത്തലുമായി പ്രതികൾ. വിജിലിന്റെ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തി 8 മാസത്തിന് ശേഷം അസ്ഥി കടലിൽ ഒഴുക്കി എന്നാണ് മൊഴി. 6 വർഷം മുൻപ് കാണാതായ വിജിൽ അമിതമായ അളവിൽ ലഹരി കുത്തിവെച്ചതിനെ തുടർന്ന് മരിച്ചെന്നും മൃതദേഹം ചതുപ്പിൽ താഴ്ത്തി എന്നുമാണ് സുഹൃത്തുക്കളായ പ്രതികൾ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. വിജിൽ ലഹരി ഉപയോഗിക്കുന്ന ആളല്ലെന്നും ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇങ്ങനെ ചെയ്തത് വേദനിപ്പിക്കുന്നുവെന്നും പിതാവ് NB വിജയൻ 24നോട് പറഞ്ഞു. ഒരാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വെള്ളടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഇവിടെ വന്നാലും സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ മോനായിട്ട് പറയാം കേട്ടോ, അങ്ങനത്തെ കണ്ടിട്ടില്ല. സംഗതി എന്തായാലും വെളിച്ചത്ത് കൊണ്ടുവരണം. എനിക്കിപ്പോൾ അതേ ഉള്ളൂ. എന്ത് ശിക്ഷ കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കണം. പുറലോകം കാണരുതെന്നറിയാം. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പം പ്രശ്നമില്ല. സ്നേഹിതന്മാരും ഇപ്പം ചെയ്യാൻ പോകണ്ടോ? എല്ലാവർക്കും ഒരു പാഠമാട്ടത്. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. ഷഹദ്, ഇത് ഈ സുഹൃത്തുക്കളാണല്ലോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പോലീസ് എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? എന്താണ് ഇവരുടെ മൊഴി, ഈ പ്രതികളുടെ? ഷഹദ്, ഉന്മേഷ, ഈ പ്രതികളെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ഇവരെ വിശദമായിട്ട് ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിൽ 2 പേരാണ് ഈ ഘട്ടത്തിൽ പിടിയിലായിട്ടുള്ളത്. ഇതിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. ഈ വിജിലിനെ ഇവർ ചതുപ്പിൽ താഴ്ത്തുകയായിരുന്നു. ആ താഴ്ത്തിയ സ്ഥലം അതെവിടെയാണെന്ന് കണ്ടെത്തണം. കൂടാതെ മറ്റ് തെളിവുകളും ശേഖരിക്കണം. കാരണം ഈ സംഭവം നടന്നിട്ട് വർഷം കുറച്ചായി. അതുകൊണ്ട് കുറെ അധികം തെളിവുകൾ ഈ വിഷയത്തിൽ ശേഖരിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 6 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്ന അപേക്ഷയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം കസ്റ്റഡി ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. കൂടാതെ വിജിലിന്റെ ബൈക്ക് ഇവർ കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് ഉപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നും അത്തരം സാമ്പിളുകളൊക്കെ ശേഖരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ഒരു പ്രതി, അതായത് 2ാം പ്രതി ഇപ്പോൾ ഒളിവിലാണ്. ആ 2ാം പ്രതിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം. അതിനുള്ള നടപടിക്രമങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്.